എത്ര പെട്ടെന്നാണ് വേടൻ പൗരബോധമുള്ള ഇന്നിന്റെ രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരനായത്. അതിലേറെ തിടുക്കത്തിലായിരുന്നില്ലേ വേടനെ അറസ്റ്റ് ചെയ്തതും കോടതിയിൽ ഹാജരാക്കിയതും. ആർക്കോ വേണ്ടി വിടുപടി ചെയ്യുന്നത് പോലെയായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. മേലാളന്മാർക്കെതിരെ ഉറക്കി ഉറക്കി ശബ്ദിക്കുന്നതിൽ വിരളിമുണ്ടായിരിക്കാം, അവർക്ക് വേണ്ടിയായിരിക്കാം ഈ തിടുക്കം. വേടൻ പുലിയെ കൊന്നതാരും കണ്ടിട്ടുമില്ല, അതിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുമില്ല. പുലിനകം യഥാർത്ഥ പുലിനകമാണോ എന്ന് ആരും തന്നെ പരിശോധിച്ചിട്ടുമില്ല. അതിനു മുമ്പേ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ഈ ആവേശം ആനക്കൊമ്പിന്റെ കാര്യത്തിൽ ആരും കണ്ടതുമില്ല. അതുതന്നെയാണ് വേടന്റെ ജാമ്യത്തെരുവിൽ കോടതി ചൂണ്ടിക്കാട്ടിയത്. ആർക്കു വേണ്ടിയായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്ര തിടുക്കം കാട്ടിയത്? വേടനോട് ഇത്രമാത്രം പകയുള്ളവർ ആരായിരുന്നു? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാജരാക്കിയ തെളിവുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ വേടനെതിരെ കുറ്റം ചുമത്താൻ പര്യാപ്തമല്ലെന്ന് കോടതി കണ്ടെത്തി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തിടുക്കമായിരിക്കാം ഇതിലേക്ക് നയിച്ചത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ. ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. എത്ര പെട്ടെന്നായിരുന്നുവല്ലേ വേടൻ പൗരബോധമുള്ള ഇന്നിന്റെ രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരനായത്. വേടന്റെ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ മന്ത്രി പോലും തിരുത്തി. എന്തിന്, നമ്മുടെ മുഖ്യമന്ത്രി പോലും തിരുത്തി. വേടന്റെ മേൽ പുലിനകത്തിന്റെ പേരിൽ ഫോറസ്റ്റുകാർ എടുത്തു ചടിയത് അവിവേകവും അമർഷഹേതുവുമായി പോയി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് നാം കേട്ടില്ലേ? വേടനെതിരെയുള്ള പുലിനക വിഷയത്തിൽ കൂടുതൽ അവധാനത വേണ്ടിയിരുന്നു എന്നാണ്. ഇപ്പോൾ വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറയുന്നത് വളരെ കോമഡിയായി തോന്നുകയാണ്. എ കെ ശശീന്ദ്രൻ പറഞ്ഞത് കേസുമായി ബന്ധപ്പെട്ട് വനം വകുപ്പിൽ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്നാണ്. അദ്ദേഹം പറഞ്ഞത് സുരേഷ് ഗോപിയോടും മോഹൻലാലിനോടും കാണിച്ചത് നീതിയാണെങ്കിൽ ആ നീതി വേടനും ലഭിക്കണമെന്നാണ്. ഇതേ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുലിപ്പല്ല് ആരാധകർ നൽകിയതാണെങ്കിൽ അത് വേടൻ കോടതിയിൽ തെളിയിക്കട്ടെ എന്നായിരുന്നു. ഇപ്പോൾ വേടൻ അദ്ദേഹത്തിന് പ്രശസ്ത ഗായകനായി മാറി. മിനിയാന്ന് വരെ മന്ത്രിക്ക് വേടൻ വെറുമൊരു വേടൻ മാത്രമായിരുന്നു. വേടന് മുന്നിൽ വലിയൊരു രോഗമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, വേടന് വേണ്ടി ശബ്ദിക്കാൻ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ, പ്രതിഷേധങ്ങൾ ഉയർന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തതിൽ സൂക്ഷ്മതക്കുറവുണ്ടായി എന്നായി. എന്നിരുന്നാലും വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഒരു സത്യം പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കോടതിയിലെ ജഡ്ജ്മെന്റ് എന്നാണ്. എത്ര കൃത്യമായ കണ്ടെത്തൽ! ഡിപ്പാർട്ട്മെന്റിന് വേടനെ വേട്ടയാടണമെങ്കിൽ ആ നിലക്കുള്ള രേഖകൾ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കാം എന്നോ, അതല്ല വേടനെ കുറ്റവിമുക്തനാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ കഴിയും എന്നതാണ് അതിന്റെ സൂചന. ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമപാലനം. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതും നമ്മൾ സാഗൂതം കേട്ടതാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് ലഹരിക്കാര്യത്തിലുണ്ടാകുന്ന നടപടികൾക്ക് മുന്നോക്കവും പിന്നോക്കവും എന്ന വ്യത്യാസമില്ല എന്നാണ്. വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രന്റെയും മുഖ്യമന്ത്രിയുടെയും വാക്കുകൾ കൂട്ടിവായിക്കുമ്പോൾ യു പ്രതിഭ MLA മകനെ ബോധപൂർവം കഞ്ചാവ് കേസിൽ നിന്നും ഒഴിവാക്കിയത് മനസ്സിലാക്കാവുന്നതാണ്. അവിടെയാണ് വനം വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണോ ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും കോടതിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞത് അന്വർത്ഥമാകുന്നത്. യു പ്രതിഭ MLA മകൻ കനിപടക്കം 9 പ്രതികൾക്കെതിരെ തെളിവില്ലെന്ന കണ്ടെത്തൽ ഇടക്കാല റിപ്പോർട്ടായി നമ്മുടെ എക്സൈസ് ആൻഡ് നാർക്കോട്ടിക് വിഭാഗം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് മയക്കുമരുന്നിന്റെ കാര്യത്തിൽ മുന്നാക്കവും പിന്നാക്കവും ഇല്ല എന്നായിരുന്നു. ഉണ്ട് എന്നതിന് തെളിവാണ് സാർ യു പ്രതിഭ MLA മകനടക്കം 9 പേർ കുറ്റവിമുക്തരായത്. അവിടെയാണ് സാർ മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞതുകൂടി ചേർത്ത് വായിക്കേണ്ടത്. തെളിവില്ലാതാക്കാനും തെളിവുണ്ടാക്കാനും അതാത് ഡിപ്പാർട്ട്മെന്റുകൾ വിചാരിച്ചാൽ മതി. യു പ്രതിഭ MLA മകനെ മുന്നോക്കക്കാരനായും നമ്മുടെ വേടനെ പിന്നാക്കക്കാരനായും ചിന്തിച്ചാൽ കാര്യം പിടികിട്ടും. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത്. കഴിഞ്ഞ ഡിസംബർ 28-നായിരുന്നു യു പ്രതിഭ MLA മകൻ കനിവ് ഉൾപ്പെടെയുള്ള 9 പേരെ കഞ്ചാവ് പേരിൽ പിടികൂടുന്നത്. കനിവിനെ മാത്രം രക്ഷപ്പെടുത്തിയാൽ കഥ മാറുമെന്നുള്ളത് കൊണ്ടാണ് ബാക്കി 8 പേരും അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഒരാളെ വേടനാക്കാനും മഹർഷിയാക്കാനും നമ്മുടെ ഭരണവർഗവും
അവർക്ക് അടിമപ്പെട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ വിചാരിച്ചാൽ മതിയാകും. വേർഡിനെ ഒരു പരിധിയെങ്കിലും ഒഴിവാക്കാൻ കാരണമായത് പൊതുജനം മോഹൻലാലിലേക്കും സുരേഷ് ഗോപിയിലേക്കും തിരിഞ്ഞു എന്നതുകൊണ്ടാണ്. രണ്ട് കൊമ്പന്മാർ പുറത്തു വിലസുമ്പോൾ ഒരു കുട്ടിക്കൊമ്പനെ മാത്രം എങ്ങനെ തളക്കുന്നതെങ്കിലും ശരിയാകും. പക്ഷേ ബേർഡൻ എന്ന കലാകാരന് മറ്റു രണ്ട് കലാകാരന്മാർ കിട്ടിയ ആനുകൂല്യം കിട്ടിയില്ല എന്ന് വേണം പറയാൻ. അത് ബേർഡന്റെ ആഠ്യത്വക്കുറവ് തന്നെയാണ്. വേർഡിനെ LTT-കാരനാക്കാൻ വരെ ശ്രമിച്ചവരാണ് നമുക്ക് മുന്നിലുള്ളവർ. അത് സ്വാഭാവികം. അതാണ് വേർഡിന്റെ കറുപ്പിനെതിരെയുള്ള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. വേർഡിനെ അമ്പലക്കാളയെ പോലെ തെളിവെടുപ്പിന്റെ പേരിൽ പൊതുദർശനത്തിന് കൊണ്ടു നടന്നപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ മോഹൻലാലിന്റെ സൗകര്യവും സന്ദർഭവും നോക്കി വീട്ടിൽ ചെന്നാണ് തെളിവെടുപ്പ് നടത്തിയത്. വീട്ടിൽ ചെന്നാണ് മൊഴിയെടുത്തത്. കറുത്തവന്റെ താഴേക്കിടയിലുള്ളവന്റെ കഴുത്തിന്റെ ഒറ്റ പുലിനകത്തിന് കേസെടുത്തവർ ഉന്നത കുലജാതന്റെ ഇരട്ട പുലിനകത്തിന് കേസെടുക്കാനോ ചോദ്യം ചെയ്യാനോ തയ്യാറായിട്ടില്ല. ഇതുവരെ പോയിട്ടില്ല. സുരേഷ് ഗോപിക്ക് എതിരെ കേസ് കൊടുത്തിട്ടും ഇതുവരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചതായി കേരളക്കരയിൽ ആരും തന്നെ അറിയില്ല. എന്നിട്ടും പറയുന്നു നീതിയുടെ കാര്യത്തിൽ രണ്ടു തട്ടില്ല എന്ന്. മന്ത്രി ശശീന്ദ്രന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. സുരേഷ് ഗോപിക്കും മോഹൻലാലിനും ലഭിച്ച നീതി വേടനും ലഭിക്കണമെന്നതാണ്. ഞാൻ പറയുന്നത് പോരാ, നീതി ഉയർന്നവനായാലും താഴ്ന്നവനായാലും അത് എല്ലാവർക്കും ലഭിക്കണമെന്നാണ്. മൃഗങ്ങളെ വേട്ടയാടിയാലും അവയുടെ അവയവങ്ങൾ ആഭരണമാക്കിയാലും അലങ്കാര വസ്തുവാക്കിയാലും അവയെ ഭക്ഷണത്തിനായി കൊന്നാലും നിയമം ഒന്നാണെങ്കിൽ അതിന്റെ ശിക്ഷ ഈ മൂന്ന് പേർക്കല്ല, അത്തരത്തിലുള്ള കുറ്റം ചെയ്യുന്ന എല്ലാവർക്കും ബാധകമായിരിക്കണം. അതല്ലെങ്കിൽ എല്ലാവരും കുറ്റവിമുക്തരാക്കപ്പെടണം. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുള്ളവർ കുറ്റം ചെയ്യുമ്പോൾ അത് നിസ്സാരവൽക്കരിക്കുകയും താഴേക്കിടയിലുള്ളവർ ചെയ്യുമ്പോൾ അത് പർവ്വതീകരിക്കുകയും ചെയ്യുന്നത് നീതിയല്ല, നീതീകരിക്കാൻ ആവുകയുമില്ല.